ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ആവിയിൽ വേവിച്ചെടുത്ത ഒരു അട റെസിപ്പിയാണ്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിനായിട്ട് 2 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യിൽ നമ്മൾ ഈ നുറുക്കി വെച്ച നേന്ത്രപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കണം. നേന്ത്രപ്പഴം വെന്ത് കഴിഞ്ഞാൽ ഒരു 1.5 അച്ച് ശർക്കര ഉരുക്കിയതാണ്. ഇത് ഉരുക്കി അരിച്ച് വെച്ചതാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇതിലൊരു നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും നല്ല ജീരകവും പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഈ പഴമൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അട ഉണ്ടാക്കി എടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നമുക്ക് ചൂടാറിയതിന് ശേഷം ഇനി കുറച്ച് വാഴയില കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഴയിലേന്ന് ഓരോ ഇല എടുത്തിട്ട് നമുക്ക് കുറച്ച് മാവ് ഇതിലെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അത് ഫുള്ളായിട്ട് പരത്തണില്ല, കുറച്ച് കട്ടിയിലും ആണിത് ഉണ്ടാക്കണത്. അങ്ങനെ പരത്തി കൊടുക്കാം. ഇതിങ്ങനെ മടക്കി കൊടുക്കാം. എല്ലാതും നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പരത്തി വെച്ച അടകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമ്മൾ അട തയ്യാറാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. നമ്മൾ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇല കളഞ്ഞിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.